Hi children, good morning. Welcome back to Social Studies class. We were studying about old cities. In the previous class, we were studying about cities or Harappan towns in Gujarat. And which were the cities we have or towns or places we have studied? Dholavira, Lothal. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തായിരുന്നു? ആൻഡ് അല്ലേ അവിടെ എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ and what was the speciality about that places we have studied. Lothala, Dholavira, ഇതെല്ലാം നമ്മൾ പഠിച്ചു. And see children, these all cities, whatever we have studied in this lesson, they are not now. അല്ലേ ഇപ്പം അതൊന്നും ഇല്ല. Why? ഇതൊക്കെ എങ്ങനെ ഈ സിറ്റികൾ ഇതിൻ്റെ എവിഡൻസസ് വി ഗോട്ട് ആൻഡ് ആർക്കിയോളജിസ്റ്റുകൾ അത് പഠിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയുള്ളത് നിലനിന്നിരുന്നു. ആൻഡ് ലെറ്റ് us see how these cities are ruined, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ നശിച്ചു, how do they disappear, ഇതൊക്കെ എങ്ങനെ അപ്രത്യക്ഷമായി, we have no idea. അപ്പോൾ അതിൻ്റെ ചില കാരണങ്ങളാണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് us see the mystery of the end. ഈ അവസാനം അതിൻ്റെ അവസാനിച്ചത് എങ്ങനെ അവസാനിച്ചു അത് നമുക്ക് നോക്കാം. ഓക്കെ, so let us see the mystery of the end. mystery mystery of the end. അല്ലേ ഇങ്ങനെ ഈ സിറ്റീസ് ഒക്കെ എങ്ങനെ ക്ഷയിച്ചു അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയിരുന്നു. What happened to the people and the city? Let us see. നമുക്ക് നോക്കാം അല്ലേ. So around 3900 years ago there was a major change happened. Okay, there find the beginning of a major change. അപ്പോൾ ഒരു 3900 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക ചേഞ്ച്, ഒരു മാറ്റം സംഭവിച്ചു. We have studied the people, those who lived in that cities, they have lived in the 2-storied or 1-storied houses. അതുപോലെ തന്നെ 2 നിലകളോ അല്ലെങ്കിൽ നല്ല ഹൗസസിലാണ് അവർ താമസിച്ചിരുന്നത്. ആൻഡ് they had a good drainage system. And they have been brought raw materials to make different things, craft things. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് അല്ലേ. These all we have studied. But there was a major change happened about 3900 years ago. അപ്പോൾ ഈ ചില ചേഞ്ചസ്, ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി 3000 years ago. People stopped living in many of the cities. അപ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള സിറ്റികളിൽ താമസിക്കുന്നത് ഒഴിവാക്കി തുടങ്ങി. ആൻഡ് റൈറ്റിംഗ് സീൽസ് ആൻഡ് വെയ്റ്റ്സ് വെയർ നോ ലോങ്ങർ യൂസ്ഡ്. ഇതെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ. സിറ്റികളിൽ താമസിച്ചിരുന്നു, അവരെ സീല് റൈറ്റിംഗ്സ് ഇതൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. സ്ക്രിപ്റ്റ്സ് റൂളേഴ്സ് ഇവരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ പഠിച്ചു അല്ലേ. ക്രാഫ്റ്റ് പേഴ്സൺസ്, സ്പെഷ്യലിസ്റ്റുകൾ അല്ലേ, പ്രത്യേകതരം ജോലി ചെയ്തിരുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം ഈ രീതിയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ 3900 years ago there was we find the beginning of a major change. അപ്പോൾ അങ്ങോട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. People stopped living in this kind of cities. ആളുകൾ ഇങ്ങനെയുള്ള സിറ്റികളിൽ നിന്ന് താമസിക്കാൻ മടിച്ചു. ഇതിൽ നിന്ന് താമസിക്കുന്നത് നിർത്തി. വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാൻ തുടങ്ങി. ആൻഡ് they were stopped using റൈറ്റിങ്സ്. അതുപോലെ തന്നെ എഴുത്ത് രേഖകൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ സീലും അതുപോലെ തന്നെ റൈറ്റിങ്സിനൊക്കെ പല രീതിയിൽ എഴുത്തുകുത്തുകളും മറ്റും നടത്തിയിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. സീലുകൾ ഉപയോഗിച്ചിരുന്നു ഓഫീസ്. അപ്പം ഈ കച്ചവടപരമായിട്ടും അല്ലെങ്കിൽ ആവശ്യമുള്ള ആധികാരികമായ രേഖകളൊക്കെ അവർ സൂക്ഷിച്ചിരുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ സീൽസ് ആൻഡ് വെയ്റ്റ്സ് വെർ നോ ലോങ്ങർ യൂസ്ഡ്. ഇതൊക്കെ അവർ ഉപയോഗിക്കാതെ ആയി. Raw materials brought from long distances become rare. We have studied the raw materials they have brought from distant places. അപ്പോൾ അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ പോയി കൊണ്ടുവന്നിരുന്നത് കുറഞ്ഞു വന്നു. And in Mohenjo-daro we find that garbage piled up on the cities അല്ലെങ്കിൽ സ്ട്രീറ്റുകൾ. And Mohenjo-daroയിലൊക്കെ we could find evidences that waste, garbage, GARBAGE എന്താ garbage എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഇതൊക്കെ കൂമ്പാരമായിട്ട് കൂടിക്കിടന്നതിൻ്റെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രീറ്റുകളിലൊക്കെ ഇങ്ങനെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റുകളും മറ്റും കൂമ്പാരമായിട്ട് കൂടി കിടക്കാൻ തുടങ്ങി.
ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം വെയർ ഡ്രെയിനേജ് സിസ്റ്റം ബ്രോക്ക് ഡൗൺ. അപ്പോൾ അറിയാം, ഓടകളൊക്കെ പൊട്ടിക്കിടന്നാൽ എന്ത് പറ്റും? അഴുക്ക് വെള്ളമെല്ലാം ഒഴുകി അത് വൃത്തികേടാവും. അതുപോലെ തന്നെ ഇറ്റ് കോസസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പം അങ്ങനെ ഡ്രെയിനേജ് ഓടകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഭയങ്കര പ്രശ്നമാകും. അതുപോലെ തന്നെ പീപ്പിൾ വേർ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ന്യൂ ലെസ് ഇംപ്രസീവ് ഹൗസസ്. അപ്പോൾ ഈ അങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന വീടുകൾക്ക് പകരം വേറെ രീതിയിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ന്യൂ ആൻഡ് ലെസ് ഇംപ്രസീവ് ഹൗസസ്. ആൻഡ് ചിൽഡ്രൻ, വൈ ഡു ദീസ് ചേഞ്ചസ് ഓൾ ഹാപ്പൻഡ്? ആക്ച്വൽ റീസൺ സ്റ്റിൽ വി ഡോണ്ട് നോ. അപ്പം ഇന്നും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വന്നു എന്നുള്ളത്, എങ്ങനെ ഈ സൃഷ്ടികളൊക്കെ ക്ഷയിച്ചു, എങ്ങനെ നഷ്ടപ്പെട്ട അതിൻ്റെ പ്രതാപം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി, ആളുകൾ എന്തുകൊണ്ട് അവിടെ നുഴഞ്ഞു പോയി, why these all changes happened, we don't know. And some scholars suggested that the rivers may dry up. We have studied farmers, they have done irrigation, ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലേ. ചില സ്ഥലങ്ങളിൽ വെള്ളം ലഭ്യമായിരുന്നു, ചില സിറ്റികളിൽ വെള്ളമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ആളുകൾ എങ്ങനെ കൃഷിക്കും മറ്റും നനച്ചിരുന്നു, അല്ലെങ്കിൽ വെള്ളം എത്തിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അവരെത്തി അങ്ങനെ വെള്ളം ഉപയോഗിച്ചിരുന്ന നദികളൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവുക. സ്കോളേഴ്സ് സജസ്റ്റഡ് ദാറ്റ് റിവേഴ്സ് മേ ഡ്രൈ അപ്പ്. ദെൻ there was deforestation. Deforestation എന്താ? വനനശീകരണം അല്ലേ. How do deforestation happens? Do you know? നമുക്കറിയാം ഇന്നലെ എങ്ങനെ വനനശീകരണം എങ്ങനെ ഉണ്ടാവുന്നു. First reason, if we cut trees or grass, അല്ലേ, ഈ പുല്ലുകൾ അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് വനസമ്പത്തിന് തന്നെ ദോഷം സംഭവിക്കും. അതുപോലെ ഡീഫോറസ്റ്റേഷൻ, ദിസ് കുഡ് ഹാവ് ബീൻ ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ഫ്യൂവൽ വാസ് റിക്വയർഡ് അല്ലേ. നമ്മൾ പഠിച്ചു, അവരെ കട്ടകളൊക്കെ അവർ സ്വയമായിട്ട് ഉപയോഗിച്ചിരുന്നു അല്ലെ, നിർമ്മിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ചൂളകളും മറ്റും ആവശ്യത്തിനൊക്കെ ആയിട്ട് ഫ്യൂവലിനും മറ്റുമൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ധാരാളം അവർ തടിയുടെ ആവശ്യത്തിന് വേണ്ടി വെട്ടിയൊക്കെ എടുത്തിരുന്നിരിക്കാം. അതുപോലെ തന്നെ ആനിമൽസ് നീഡ് ദേ റിയർഡ് ആനിമൽസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ദേ നീഡ് ഗ്രാസ്. അപ്പോൾ അങ്ങനെ മൃഗങ്ങളൊക്കെ ധാരാളം കന്നുകാലികളൊക്കെ അങ്ങനെ തിന്നു ചിലപ്പോൾ പുല്ലുകളൊക്കെ അപ്പം അങ്ങനെയും നഷ്ടപ്പെട്ടു പോയിരിക്കാം. ആൻഡ് ഗ്രേസിംഗ് ബൈ ലാർജ് ഹേർഡ്സ് ഓഫ് കാറ്റിൽ. ഗ്രേസിംഗ് എന്താ? ഗ്രാസ് ഗ്രേസിംഗ്. ഈ കന്നുകാലികൾ മേഞ്ഞ് നടക്കുക, അവർക്ക് ആവശ്യമായ പുല്ല് മറ്റും തിന്ന് കന്നുകാലി കൂട്ടങ്ങൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുമ്പോൾ പുല്ല് ഒരു സ്ഥലത്ത് തീരുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. സോ ലൈക്ക് ദിസ് ദ ഗ്രാസ് ഏരിയാസ് മേ ബി അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കാം. ആൻഡ് ഓൾസോ ഫോർ സ്മെൽറ്റിംഗ് കോപ്പർ ഓർ ഓർസ്. എന്തിനാ? അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്കറിയാം ഈ ധാതുക്കൾ അവർക്ക് മണ്ണിൽ നിന്നാണ് കിട്ടിയിരുന്നത് അല്ലേ. അങ്ങനെയുള്ള മെറ്റൽസിൻ്റെയൊക്കെ ശേഖരങ്ങളൊക്കെ കണ്ടെത്തിയിരുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ അവർക്ക് കിട്ടാതെ ആയിട്ടുണ്ടാവാം. ആൻഡ് ഓൾസോ അനദർ റീസൺ ദെയർ മേ ഹാവ് ഫ്ലഡ്സ്. വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നിരിക്കാം. ബട്ട് none other reasons is not at all satisfied how these cities disappeared from here. അപ്പോൾ ഈ റീസൺസ് ഒന്നും യഥാർത്ഥത്തിലുള്ള കാരണമാവുന്നില്ല. ഇപ്പോൾ some rivers may dry up, people can choose other places. If some places are deforestation, they can use another places. But these reasons are not satisfied one. Still we don't know how these cities or places were disappeared. It appears as if അതുപോലെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഇറ്റ് അപ്പിയേഴ്സ് ദ റൂളേഴ്സ് മേ ലൂസ് കൺട്രോൾ. അപ്പോൾ നമ്മൾ പഠിച്ചു റൂളേഴ്സ്, ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ അവർ അത്ര ഏബിൾ ആയിട്ടുള്ളവരല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് ആളുകൾ ദൂര സ്ഥലങ്ങളിലേക്ക് പോയിരിക്കാം, അങ്ങനെയും സംഭവിക്കാം. സോ എനിവേ ദ കറക്റ്റ് റീസൺ വി ഡോണ്ട് നോ ആൻഡ് these are not clear. And also sites in Sindh and West Punjab. Sindh എന്ന് പറയുന്നത് പഞ്ചാബ് അല്ല, വെസ്റ്റ് പഞ്ചാബ്, അതായത് പാകിസ്ഥാൻ ഏരിയ ആണ്, പ്രസന്റ് ഡേ ദാറ്റ് ഈസ് ഇൻ പാകിസ്ഥാൻ. വേർ അബാൻഡൻഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒഴിഞ്ഞു പോയിട്ട്. ആൻഡ് വൈ മെനി പീപ്പിൾ മൂവ്ഡ് ഇൻ ടു ന്യൂവർ സ്മോളർ സെറ്റിൽമെന്റ്സ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള വലിയ നഗരങ്ങളിൽ നിന്ന് ആളുകൾ മറ്റുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഒക്കെ അവർ പോകും. സോ how these cities disappeared or the mystery of the end is still unknown. എന്തുകൊണ്ടാണ് നഗരങ്ങളൊക്കെ ആളുകളില്ലാതെ അല്ലെങ്കിൽ താമസമില്ലാതെയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് we still don't know.
suggested that maybe rivers dry up, or deforestation, or floods, or because of the less abled rulers, അല്ലേ, അവരുടെ ഭരണാധികാരികളുടെ തകർച്ച, ഇതൊക്കെ ആയിരിക്കാം കാരണങ്ങളെന്നാണ് സ്കോളേഴ്സ്, പണ്ഡിതന്മാർ പറയുന്നത്. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് നോ. ആൻഡ് ആഫ്റ്റർ ഓൾ ദീസ് 1400 years back ന്യൂ സിറ്റീസ് വെയർ എമർജ്ഡ്, അല്ലേ. അപ്പോൾ ഇതിന് ശേഷം ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ 1400 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ പല പുതിയ സിറ്റീസ്, പുതിയ നഗരങ്ങൾ രൂപപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് വി ക്യാൻ സ്റ്റഡി ലേറ്റർ. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് ചാപ്റ്റർ 5-ലും 8-ലും ഒക്കെ നമുക്കത് പഠിക്കാൻ പറ്റും. പിന്നീട് നഗരങ്ങളൊക്കെ എങ്ങനെ, വേറെ വേറെ നഗരങ്ങൾ അവ എങ്ങനെ വികസിച്ച് വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് വി ക്യാൻ സ്റ്റഡി ഇൻ ചാപ്റ്റർ 5 and 8. ഓക്കെ, സോ വാട്ട് ഡു വി സ്റ്റഡി ടുഡേ? ഹൗ ഡു these cities disappear, അല്ലേ. എങ്ങനെ ഈ സിറ്റീസ് എങ്ങനെ ഇതൊക്കെ ക്ഷയിച്ചു പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു, ഇതിൻ്റെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട ആ സിറ്റികൾ മൺമറഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. സോ there was a change happened in 3900 years back. People they started living, they were living in, they stopped living in this kind of cities, and the raw materials they brought became rare. And also they started living in new but less impressive houses. The drainage system were brought down, and in Mohenjo-daro the evidence suggested that waste or garbage piled up in the streets, അല്ലേ. ഇങ്ങനെ നഗരങ്ങളിലെ വേസ്റ്റുകളും മറ്റോ കൂടിക്കിടന്നതിൻ്റെ അവശിഷ്ടങ്ങളുടെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കോളേഴ്സ്, why did they happen we don't know. Maybe because of rivers dry up, or deforestation, വൻ നശീകരണം കൊണ്ടോ, നദികൾ വറ്റിപ്പോയതുകൊണ്ടോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് ഇതിൻ്റെ കൺട്രോളിൽ നിൽക്കാതെ അവർ ചിലപ്പോൾ അവരുടെ പ്രതാപം ക്ഷയിച്ചു പോയതുകൊണ്ടോ. സോ ആക്ച്വൽ റീസൺ സ്റ്റിൽ വി ഡോണ്ട് നോ. ആൻഡ് ആഫ്റ്റർ ദീസ് സിറ്റീസ് ഡീക്ലൈൻഡ്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ക്ഷയിച്ചു പോയതിനു ശേഷം പിന്നീട് ആളുകൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറിപ്പോയി. ആൻഡ് ഇൻ അനദർ ചാപ്റ്റേഴ്സ് വി ക്യാൻ സ്റ്റഡി ദാറ്റ് ആഫ്റ്റർ 1400 years later, പിന്നീട് 1400 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പല ആധുനിക നഗരങ്ങൾ, പിന്നീട് നഗരങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് വി ക്യാൻ സി. ആൻഡ് ദാറ്റ് വി ക്യാൻ സ്റ്റഡി ഇൻ ചാപ്റ്റർ 5 and 8 in this textbook. Children, now it is time to wind up. You should read the lesson, page number 32, Mystery of the End. Now, so let us stop now. We can continue in the next class. Thank you.